ഹായ്, എൻ്റെ പേര് ഫസീല. ഉം, ഞാൻ യോഗ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻസാണ്. ഇത് യോഗ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. യോഗ ചെയ്യണമെന്നൊക്കെ. നമ്മളെ ശരീരം എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കണമെങ്കിൽ നമുക്ക് യോഗ, എക്സസൈസ് ഇതൊക്കെ വേണം. എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ പിന്നെ യോഗ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാനും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഗുരുനാഥൻ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. നമ്മൾ പുറത്തൊക്കെ പോയി പഠിക്കണമെങ്കിലും ഭയങ്കര ഫീസൊക്കെ വേണം. ഇതൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ച്. കാരണം ഇങ്ങനെ യോഗയിലോട്ട് ചിന്തിക്കാൻ കാരണം ഒരു ഗ്രൂപ്പാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുമായിരുന്നു. അവരൊക്കെ ചെയ്യുന്നത് യോഗയ്ക്ക് 4 മണിക്ക് എണീറ്റ് ചെയ്ത് കിച്ചണിൽ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നൊക്കെ യോഗയെ ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരിക്കും. ഇവർ എങ്ങനെയായിരിക്കും യോഗയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ചില്ല. പക്ഷെ അവരായിട്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ച് യോഗ ചേരാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ അത് ദൈവം എങ്ങനെയെങ്കിലും നമുക്ക് സാധിച്ചു തരും. അതുപോലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വന്ന് ഇങ്ങനെ ചോദിച്ച് എനിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിജിത മാമിൻ്റെ യോഗ ക്ലാസ്സിന് കയറി. അങ്ങനെ ഞാൻ യോഗ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയത്തിമാരൊക്കെ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവരും യോഗയ്ക്ക് ചേർന്ന് ഞങ്ങൾ 3 പേര് ചെയ്യുമായിരുന്നു. യോഗയ്ക്ക് ഇപ്പോൾ ചേർന്നിട്ട് തന്നെ 1 വർഷവും 4 മാസമായി. എനിക്ക് യോഗ ചെയ്യാൻ മുമ്പ് എനിക്ക് പീരീഡ്സിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിമാർ അത്ര വണ്ണമില്ല, എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു. പിന്നെ പീരീഡ്സിൻ്റെ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ ഞാൻ യോഗയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പീരീഡ്സിന് ഡോക്ടറിനെ കാണാൻ പോകുന്നില്ല. കാരണം യോഗ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു കൊണ്ട് പോവുകയാണ് ഞാനിപ്പോൾ. ഞാൻ 4 മണിക്ക് എണീറ്റാണ് തുടക്കത്തിൽ യോഗ ക്ലാസ്സിന് കയറുന്ന ടൈമിൽ 4 മണിക്ക് എണീറ്റൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഇട്ട് തരുന്നുണ്ട്. നമ്മളെ ഇഷ്ട സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാം. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പീരീഡ്സിൻ്റെ ഇപ്പോൾ ഗുളിക കഴിക്കുന്നില്ല, അതൊക്കെ നോർമലായി തന്നെ പോകുന്നുണ്ട്. വണ്ണം ഇപ്പം നമുക്ക് തോന്നുന്നില്ല നമ്മൾ വണ്ണം കുറഞ്ഞു എന്ന്. നമ്മൾ കാണുന്നവരാണ് പറയുന്നത് വണ്ണം കുറഞ്ഞെന്ന്. എങ്ങനെ സത്യം വീട്ടിൽ വന്ന ആശാ വർക്കർ എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ണം കുറഞ്ഞു എന്ന്. പിന്നെ ഇപ്പോൾ ഞാൻ ഇത് നമ്മൾ ഈ നോമ്പ് റമദാൻ വന്നത് ഇപ്പോൾ ഈ മാസമാണ്. ഈ മാസം 19-ാം തീയതി തൊട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ യോഗ റെക്കോർഡ് ക്ലാസ് നോക്കാറുണ്ട്. കാരണം നമുക്ക് മറന്നു പോകരുതല്ലോ. ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് സമയം നോക്കി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി യോഗ 1 മണിക്കൂർ ചെയ്യുന്നത് ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ. ഏതായാലും എല്ലാവരും ഇപ്പം മിജിത മാമിൻ്റെ ഇത് യോഗയിൽ ചേർന്നിട്ടുള്ള എല്ലാവരും യോഗ അത് തുടർന്നു കൊണ്ട് പോകണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഇനി ജീവിതം മുമ്പോട്ടാണ്. നമുക്കിനി നമ്മൾ ആയുസ് കിടക്കുന്നതോറും നമ്മൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കും ഒരു ശല്യം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ യോഗയൊക്കെ ചെയ്ത് നമ്മളെ ശരീരം നമ്മൾ തന്നെ നന്നായിട്ട് വയ്ക്കണം. ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും നല്ലോണം പഠിച്ചില്ല. അതിൻ്റെ വില ഇപ്പോൾ അറിയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ശരീരം നോക്കിയില്ലെങ്കിൽ ഇനി 50-60 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴേ ഇത് ചെയ്യണം. ഇത് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. 100 വയസ്സായാലും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കും. ഇതിനെല്ലാം താങ്ക്സ് പറയുന്നത് നമ്മുടെ വിജിത മാമാണ്. താങ്ക് യു വിജിത മാം.